ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC 2026 സ്റ്റെനോഗ്രാഫർ എക്സാം ഓൾറെഡി ആപ്ലിക്കേഷൻ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. നമ്മൾ എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്തതാണ്. അപ്ലൈ ചെയ്യാത്തവരുണ്ട്, ബട്ട് അപ്ലൈ ചെയ്തവരൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് അന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവർ അപ്രോക്സിമേറ്റ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ വേക്കൻസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, വേക്കൻസി കൂടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതായത് SSC സ്റ്റെനോ നമ്മുടെ എക്സാം ഓൾറെഡി ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ, എൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. എക്സാം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഏപ്രിൽ 24 തൊട്ട് മെയ് 15 വരെ ആയിരുന്നു അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്രൂഷ്യൽ ഡേറ്റ് ഒക്കെ. സോ അതെല്ലാം കഴിഞ്ഞു. ജൂലൈ ഓഗസ്റ്റ് വരെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് ഇട്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസി എന്ന് പറയുന്നത് 731 വേക്കൻസി ആയിരുന്നു. നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടായിരുന്നു അപ്രോക്സിമേറ്റ് 731 വേക്കൻസി ആണ്. സോ കമ്പാരിറ്റീവ്ലി ഇന്ത്യ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ 730 വേക്കൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് വേക്കൻസി കുറവാണ്, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് പിറകിലോട്ട് നിന്നിട്ടുണ്ടായിരിക്കും. ബട്ട് അപ്ലൈ ചെയ്തവർ ലക്കിയാണ്, അതായത് വേക്കൻസി കൂടിയിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. വേക്കൻസി നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തായിരിക്കില്ല, അന്നുള്ള വേക്കൻസി ആയിരിക്കില്ല പിന്നീട്. ഓക്കെ, അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അതായത് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ, വേക്കൻസി കൂടിയിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് കട്ട് ഓഫ്, അതായത് 700 വേക്കൻസി എന്ന് പറയുന്നത് ഒരു 1000 ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫിനകത്ത് ഡിഫറൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ SSCയുടെ ഈ എക്സാം എന്ന് പറയുന്നത് റീസണിങ്ങും GKയും ഇംഗ്ലീഷും മാത്രമാണ്, മാത്സ് ഇല്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ആദ്യത്തെ 2 ഇതും സെക്ഷണൽ ടൈമിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അപ്പോൾ ആദ്യത്തെ 2ഉം 50 വീതമാണ്. ഇംഗ്ലീഷ് 100 ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, ടോട്ടൽ 2 മണിക്കൂറാണ്. അതിൽ ആദ്യത്തെ 2 പാർട്ടും നമുക്ക് റീസണിങ്ങും GK ആണ് അല്ലേ. പാർട്ട് 1 പാർട്ട് 2 അത് രണ്ടും 2 മണിക്കൂർ, ടോട്ടൽ 30 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ റീസണിങ്ങും GKയും ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ളതാണ്. മാത്സ് ഈ എക്സാമിന് ഇല്ല. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇതിനു വേണ്ടി നോക്കുന്നവരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. വേക്കൻസി ഒക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞതാണ്, എക്സാം നമ്മൾ എന്തായാലും ക്രാക്ക് ചെയ്യും. നമുക്ക് പ്രശ്നം വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ആ സ്കിൽ ടെസ്റ്റിന് നിങ്ങൾ മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ആയിട്ട് പോകണം എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ D ഇംഗ്ലീഷിലാണെങ്കിൽ 50 മിനിറ്റ് ആണ്. ഓക്കെ, ടൈം ഡ്യൂറേഷൻ ഇത് സ്ക്രൈബാണ്. അല്ലാതുള്ളവർക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. സ്റ്റെനോഗ്രാഫർ D ഹിന്ദി നമ്മൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല. സിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 40 മിനിറ്റുമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, അതിൽ കാൻഡിഡേറ്റ് വിൽ 1 ഡിക്റ്റേഷൻ ഫോർ 10 മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, ദെൻ അറ്റ് ദ സ്പീഡ് ഓഫ് 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. സോ സ്റ്റെനോഗ്രാഫറിൻ്റെ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ കാര്യമാണ്. അത് ഓൾറെഡി അപ്പോൾ എന്തായാലും എല്ലാവരും സ്കില്ല് നോക്കുന്നുണ്ടായിരിക്കും. കാരണം നമുക്ക് ഈ എക്സാം എളുപ്പമാടാ. എക്സാം എന്ന് പറഞ്ഞാൽ റീസണിങ് സെക്ഷണൽ ടൈമിങ്, അതായത് ഒരു 30 മിനിറ്റ് അല്ലേ. 30 മിനിറ്റിൽ നമുക്ക് എങ്ങനെ പോയാലും 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ, മിനിമം 30 അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ GK എന്താ പറയുക, ലക്കാണ് അല്ലേ. ഏത് ചോദിക്കാം, ഏത് നമുക്ക് അറിയാമെന്നൊന്നും അറിയത്തില്ല. ബട്ട് ഇംഗ്ലീഷ് നമുക്ക് ഒരുവിധം ഒരു മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷൊക്കെ 1 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കൂടുതൽ ഇതിലൊന്ന് സ്കോർ ചെയ്യാതെ നോക്കിയാൽ മതി. റീസണിങ് ഒന്ന് സ്പീഡപ്പ് ആകുവാണെങ്കിൽ റീസണിങ്ങിൽ നമുക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 200 അല്ലേ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 200 ആണ്. അതിൽ GK ഒന്ന് പുറകിലോട്ട് നിന്നാലും ഇംഗ്ലീഷിലും റീസണിങ്ങിലും എന്ത് ചെയ്യാം, സ്കോർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് അവർ സ്റ്റെനോഗ്രാഫർ D ഗ്രേഡ് Dക്ക് ഓരോന്നും പറയുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് CBI സ്റ്റെനോഗ്രാഫർ D ആണ്, ലെവൽ 4. ടോട്ടൽ 35. ഓരോന്നും ഇൻക്രീസ് ചെയ്ത് ചിലതിലൊക്കെ വളരെ കുറവാണ്. ഇത് 103 കിടപ്പുണ്ട്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ അടുത്തതിനകത്തൊരു ഇച്ചിരി റാൻഡമായിട്ട് കൂടുതൽ 118 വേക്കൻസി മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അതുപോലെ കുറച്ച് കൂടുതൽ വേക്കൻസി ഇവിടെങ്ങും ഇല്ല, ഒരു 23 ഉണ്ട്. ഡിഫൻസിൽ ഒരു കുറച്ച് ഇതുണ്ട്. സ്റ്റെനോഗ്രാഫർ Dയുടെ കാര്യമാണ് പറയുന്നത്. ദെൻ ഒരു 60 വേക്കൻസി വരുന്നത് BRO, ബോർഡർ
റോഡ് ഓർഗനൈസേഷൻ, ദെൻ അങ്ങനെ ഒരു 250 വേക്കൻസി താൻ്റെ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, CBDT. ഈ CBDTയിലൊക്കെ കിട്ടാൻ നമുക്ക് കുറച്ച് മാർക്ക് മതി, അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ 1021 വേക്കൻസിയാണ് ടോട്ടൽ ഗ്രേഡ് ബിക്ക്, ഗ്രേഡ് ഡിക്ക് അവർ നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വേക്കൻസി. അപ്പം നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ വീണ്ടും ഇത് ഇൻക്രീസ് ചെയ്യാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ഇനി ഗ്രേഡ് സി, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി രണ്ടും ഉണ്ടല്ലോ. അപ്പം ഗ്രേഡ് സിയിൽ തന്നെ ഡി എ അപേക്ഷിച്ച് കുറവാണ്, കുറച്ച് 39 ഫിനാൻസ്, 24 എക്സ്റ്റേണൽ അഫയേഴ്സ്, 46 ഹോം അഫയേഴ്സ്. ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ ലക്കി ജോബാണ്, നമുക്കിങ്ങനെ പാറി പറന്ന് നടക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ജോബാണ്. സോ ആ സ്കിൽ ടെസ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. അത് മുൻകൂട്ടി തന്നെ പോകണമെന്ന് പറഞ്ഞതാണ്. ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ, ഇതിപ്പോൾ ജൂണായി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഒരു സെപ്റ്റംബറിൽ വരത്തില്ല, കാരണം CGR എല്ലാം കിടക്കുന്നതുകൊണ്ട് എക്സാം അവർക്ക് പെട്ടെന്ന് നടത്തണമല്ലോ. 2 മാസം കിട്ടും. അത് കഴിഞ്ഞ് റിസൾട്ട് ഒരു 2 മാസം എടുത്താൽ 4 മാസം, ഒരു 6 മാസം കിട്ടുമോ സ്കിൽ ടെസ്റ്റിന്, അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഗ്രേഡ് സിക്ക് ഒരു 149 വേക്കൻസിയാണ്, 149 സിക്കും കൂടെ ചേർത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ടോട്ടല് 1170 വേക്കൻസിയാണ് 730 വേക്കൻസി പറഞ്ഞിടത്ത് നിന്നും മാറിയിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 300 വേക്കൻസിയോളം എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയിട്ടുണ്ട്. ഇനിയും ഇത് കൂടാം. ഓക്കെ, ഇനിയും കൂടാം. ഒരുപാട് റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പറയാൻ ആഗ്രഹിച്ചത് വേറൊന്നുമല്ല, ഇത് ആപ്ലിക്കേഷൻ അയച്ച കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സ്കിൽ ടെസ്റ്റ് നല്ല രീതിയിൽ സ്പീഡപ്പ് ആവുക. റിട്ടേൺ പാസ്സാകും. ഓക്കെ, റിട്ടേൺ പാസ്സാകാനുള്ള മാർക്ക് എന്തായാലും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. എക്സാം ജൂലൈ സെപ്റ്റംബർ ആണ്, ജൂൺ 2 മാസം ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്